2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്രധാന വിദ്യാലയങ്ങളുടെ സമീപത്തുള്ള ഓഡിറ്റോറിയങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുകയാണ്. അതേപോലെ ഓരോ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ നമ്പർ ഒരു 120 നമ്പർ അടക്കമുള്ളത് പെട്ടെന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. വിദ്യാർത്ഥികളെ തന്നെ അഡ്മിൻ ആക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു നിശ്ചിത തുക അതിലാവശ്യപ്പെടുന്നു. കുട്ടികൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ 150 രൂപയാണ് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ന്യൂ ഇയറോടനുബന്ധിച്ച് ഒരു DJ പാർട്ടി ഒരു ഓഡിറ്റോറിയത്തിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. DJ പാർട്ടിയിലെ മ്യൂസിക് അനുസരിച്ചുകൊണ്ടുള്ള ആർഭാടത്തോടുള്ള ഡാൻസിന് ഒന്ന് സ്റ്റാമിന ലഭിക്കാൻ കുട്ടികൾക്ക് ചെറിയ മധുരം വിതരണം ചെയ്യാൻ വേണ്ടി ഈ മാഫിയകൾ തീരുമാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയകളുടെ മാർക്കറ്റാക്കാൻ വേണ്ടി കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായി ഇവിടെ അധ്യാപക സംഘടനകളാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അവരോട് ചോദിക്കാറുള്ള ഒരു സംഗതി, ഇത്തരം ഇങ്ങനെയുള്ള കെണികളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ക്രിയേറ്റീവായി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ ലൈംഗികമായ ഇംഗിതങ്ങളെ അത് ഇക്കിളിപ്പെടുത്തുന്ന വിധമുള്ള ഒരുപാട് സംവിധാനങ്ങൾ. പ്രണയക്കത്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസ്റ്റൽ സംവിധാനം ക്യാമ്പസുകളിൽ വരുന്നു. അതേപോലെ തന്നെ നഗ്നമായ ശരീരങ്ങൾ അത് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ക്യാമ്പസുകളിൽ വരുന്നു. കുട്ടികളെ പരസ്പരം പ്രണയിപ്പിക്കാനുള്ള ചില സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. അതിന് കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾ നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ നമ്മളെ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കരിക്കുലം പോലെയുള്ള സംവിധാനം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്ത സംഗതിയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ ആ ജെൻഡർ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ വേണ്ടി ഭരണതലങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇന്റലക്ച്വലായിട്ടുള്ള ഒരു സമീപനം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം അവർ ഒരു അരുനിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കുട്ടികൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. പക്ഷെ ആ കുട്ടികളുടെ പ്രകൃതം മനസ്സിലാക്കാൻ അധ്യാപകർ തയ്യാറാവുന്നില്ല എന്നതും വളരെ വലിയ പ്രതിസന്ധി ഈ രംഗത്തുണ്ട് എന്നതിൻ്റെ കാരണമായി നാം കണ്ടെത്തണം.